ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ലെറ്റ്സ് പ്ലേ വേൾഡിലാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ നമ്മൾ ഒരു വീറ്റ് ഫാം ഷീപ്പ് ഫാം ഓഫ് ക്യാമറയിലിരുന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മൈനിങ്ങിലുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആ പരിപാടിയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ വൈ ലെവൽ 18 നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ഡയമണ്ടും ഗോൾഡും ഒക്കെ വേണം. അപ്പോൾ നമുക്ക് അത് മൈൻ ചെയ്യാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്കങ്ങനെ കുറച്ച് താഴോട്ട് മൈൻ ചെയ്തപ്പോൾ ഗോൾഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്കിത് മൈൻ ചെയ്യാൻ അയൺ പിക്കാക്സ് ഇല്ല. അപ്പോൾ നമുക്ക് നേരെ താഴോട്ട് കുഴിച്ചു പോവാം. ഓക്കെ ഗൈസ്, നമ്മൾ നല്ല രീതിയിൽ താഴോട്ട് വന്നായിരുന്നു. അപ്പോൾ നമുക്കൊരു അയൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതങ്ങ് മൈൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഗൈസ് യെസ്, നമുക്കങ്ങനെ നമ്മുടെ വേൾഡിൽ ഫസ്റ്റ് ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. യെസ്, അത്രയേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഇതിൻ്റെ ചുറ്റുമുള്ള ബ്ലോക്ക് അങ്ങ് മൈൻ ചെയ്ത് കളയാം. ഓക്കെ, എത്ര ഡയമണ്ട് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഒന്നേ ഉള്ളെന്നാണ് തോന്നുന്നത്. എന്നാലും നമുക്ക് നോക്കാം. ഒന്നേ ഉള്ളു ഗൈസ്. എന്തായാലും കുഴപ്പമില്ല. നമുക്ക് ഫസ്റ്റ് യെസ് ഗൈസ്, രണ്ടെണ്ണം ഉണ്ട്. ഇത്രയേ ഉള്ളു. ഓക്കെ, ബാക്കി നമുക്ക് മൈൻ ചെയ്ത് നോക്കാം. ഈ ചുറ്റുമുള്ളത് മൈൻ ചെയ്യണം എന്നാണ്. നമുക്ക് മൈൻ ചെയ്യണം, ചുറ്റുമുള്ളത് മൈൻ ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ സൈഡിൽ അവിടെ ഇവിടെയൊക്കെ ഇരിക്കും. ചുറ്റുമുള്ളത് മൈൻ ചെയ്യാം. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് അയണും കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളെന്ന്. അതിൽ നമുക്ക് മുകളിലൊന്ന് മൈൻ ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്കങ്ങനെ അടുത്ത ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളു. ബാക്കി നമുക്ക് ബാക്കിയും ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. അത്രേ ഉള്ളു ഗൈസ്. നമുക്ക് കുറച്ചുകൂടെ ഡയമണ്ട് കിട്ടി. ഇത് ഫുള്ള് നമുക്ക് മൈൻ ചെയ്തെടുക്കണം. ഓക്കെ ഗൈസ്, നമ്മളതിൻ്റെ ചുറ്റുമുള്ള ബ്ലോക്കൊക്കെ മൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ഡയമണ്ടാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അടുത്തൊരു അയണും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് ഫുള്ള് നമുക്ക് ഈ മൈൻ ചെയ്തെടുക്കാൻ നമുക്കൊരു പിക്കാക്സ് ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിൽ പോയി ഒരു പിക്കാക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വരാം. ഒരു അയൺ പിക്കാക്സ്. എന്നിട്ട് നമുക്കിത് മൈൻ ചെയ്യാം. എന്നിട്ട് ഇത് എത്ര ഉണ്ടെന്ന് നോക്കാം. നമുക്ക് ഈ ഗോൾഡും വരുമ്പോഴും മൈൻ ചെയ്തെടുത്തുകൊണ്ട് വരണം അയൺ പിക്കാക്സ് വെച്ച്. അല്ലാതെ എടുത്താൽ ഇത് പൊട്ടിപ്പോവും. നമ്മുടെ വീട്ടിൻ്റെ അടിയിലൊരു കേവ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കേവിൽ നിന്നാണ് നമ്മൾ അടിയിലോട്ട് മൈൻ ചെയ്ത് കയറിപ്പോയത്. നമ്മൾ താഴെ വീണ്. ഇവിടെയൊക്കെ രണ്ട് സൈഡിലും ബ്ലോക്ക് വെച്ചേക്കാം താഴെ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടിയിലൊരു കേവ് ഉണ്ട്. അപ്പോൾ ആ കേവിൽ നിന്നാണ് നമ്മൾ താഴോട്ട് മൈൻ ചെയ്തത്. ഏതാണ്ട് നമ്മുടെ വീട് ഇവിടെ ഉണ്ട്. നമ്മളവിടെ വീട് ഏതാണ്ട് ഇതാണ്. അതിൻ്റെ അടിയിലാണ് നമ്മുടെ കേവ് ഉള്ളത്. നമുക്കൊരു അയൺ പിക്കാക്സ് ഉണ്ടാക്കാം. നമുക്ക് ടോർച്ച് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ അവിടെ ലോഗ് സ്മെൽറ്റ് ചെയ്യാൻ വെച്ച് അവിടെ ചാർക്കോൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു അയൺ പിക്കാക്സ് സെറ്റാക്കാം ഇനി വെച്ച്. ഓക്കെ ഗായ്സ്, നമ്മുടെ ഈ വേൾഡിലെ ഫസ്റ്റത്തെ അയൺ പിക്കാക്സ് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ ഗായ്സ്, നമ്മൾ ഇനി ആ ഗോൾഡും പിന്നെ ആ ഡയമണ്ടും മൈൻ ചെയ്യാൻ പോകാം. അപ്പോൾ അങ്ങനെ അയൺ പിക്കാക്സ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കങ്ങ് പോകാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഈ വേൾഡിലെ ഫസ്റ്റത്തെ ഗോൾഡ് ഓറാണ് നമ്മളിപ്പോൾ മൈൻ ചെയ്തത്. ഇനി ഞാൻ നമ്മുടെ വേൾഡിലെ ഫസ്റ്റത്തെ ഡയമണ്ട് മൈൻ ചെയ്യാനാണ് പോകുന്നത്. അതും ഇത്രയും ഡയമണ്ട്. 1 ഡയമണ്ട് ആയിട്ടുണ്ട് ഗൈസ്. 1 ഡയമണ്ട്, 2 ഡയമണ്ട്, 3 ഡയമണ്ട്, 4 ഡയമണ്ട്, 5, 6, 6, 7, 8, 9, 10, 11. ഓക്കെ ഗായ്സ്, നമ്മുടെ വേൾഡിലെ ആദ്യത്തെ 12ാമത്തെ ഡയമണ്ടാണ് നമ്മൾ മൈൻ ചെയ്തിരിക്കുന്നത്. ഗായ്സ്, വെരി വെരി സക്സസ്ഫുൾ പ്രോഗ്രസ്. ഓക്കെ, നമ്മളങ്ങനെ ഡയമണ്ട് ലെവലായിട്ടുള്ള വൈ ലെവൽ 57 വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടുന്ന് ക്രോൾ അല്ലെങ്കിൽ സ്ട്രിപ്പ് മൈൻ ചെയ്യണം. അവിടെ നമുക്ക് 2 ട്രാപ്പ് ഡോർ എടുത്ത് വെച്ചാൽ മതി. അപ്പം നമുക്ക് നേരെ അടിയിലോട്ട് ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് പോകാൻ പറ്റും. അതൊക്കെ സെറ്റാക്കാം. ഓക്കെ ഗൈസ്, ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്. നമ്മളിങ്ങനെ നേരെ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് നമ്മൾ മൈൻ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഡയമണ്ട് കിട്ടുന്നതായിരിക്കും.
ഇതേപോലെ നേരെ അങ്ങ് മൈൻ ചെയ്ത് അങ്ങ് പോവും. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ 3 ബ്ലോക്ക് വരണം. എന്നിട്ട് അങ്ങോട്ട് നമ്മുടെ റീച്ച് എത്രയാണോ അത്രയും വരെ നമ്മൾ മൈൻ ചെയ്യണം. എന്നിട്ട് അവിടെ ഡയമണ്ട് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ വരണം. ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് നേരെ റീച്ച് എത്തുന്നവരെ നമ്മൾ മൈൻ ചെയ്യണം. അപ്പോൾ അവിടെയും ഡയമണ്ട് ഇല്ലെങ്കിൽ നമ്മൾ നേരെ മുന്നോട്ട് ഇതേപോലെ 3 ബ്ലോക്ക് പോകണം. എന്നിട്ട് റീച്ച് എത്തുന്നവരെ സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൈൻ ചെയ്ത് ഇതേ പാറ്റേണിൽ അങ്ങ് പോകണം. ഗൈസ്, ഞാൻ ഇവിടെ മൈൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് ഡാർക്ക്നെസ് എഫക്റ്റ് അടിച്ചിട്ടുണ്ട്. ആ സൈഡിൽ നമുക്ക് ഐ തിങ്ക് അവിടെ ഏഷ്യൻ സിറ്റി കാണും. അതിൻ്റെ ശബ്ദവും ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അവിടെ മൈൻ ചെയ്യുന്നത് ഡേഞ്ചറസ് ആണ്. കാരണം നമുക്ക് ആ സൈഡിലോട്ട് പോയി മൈൻ ചെയ്യണം. കാരണം എപ്പോഴാണ് വാർഡൻ കയറി വരുന്നതെന്ന് പറയാൻ ഒക്കത്തില്ല. നമ്മൾ ഡയമണ്ട് മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ട് വേണം മൈൻ ചെയ്യാൻ. ഓക്കെ, ഞാൻ ശബ്ദം കേട്ടതോ ഈ സൈഡിൽ നിന്നാണ്. ഇപ്പോൾ നമ്മളാണ്ട് ഇവിടെ ഒന്ന് മൈൻ ചെയ്തു. ഇപ്പോൾ ഒന്നുമില്ല. നേരെ പോയി ഒന്ന് മൈൻ ചെയ്ത് നോക്കാം. ഇവിടെ ലാവ. യു വെക്കടാ, ബ്ലോക്ക് വെക്കുന്നില്ല. കണ്ട, ഇപ്പോൾ വന്ന കണ്ട ബ്ലോക്ക് വെച്ചപ്പോൾ ശബ്ദം കേട്ടത് വന്ന കണ്ട. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഏഷ്യൻ സിറ്റി ഉണ്ട്. നമുക്ക് ആ സൈഡിലോട്ട് പോയി മൈൻ ചെയ്തേണ്ടി വരും. ഓക്കെ, നമ്മൾ മൈൻ ചെയ്ത് തിരിച്ചു പോകണം. അപ്പോൾ നമുക്കിപ്പോൾ 12 ഡയമണ്ട് അവിടെ മൈൻ ചെയ്തത് മാത്രമേ ഉള്ളൂ. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് പിന്നെ വന്ന് അടുത്ത എപ്പിസോഡായിട്ട് മൈൻ ചെയ്യാം. ഓക്കെ ഗൈസ്, ഞാൻ അങ്ങനെ വീട്ടിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഈ സണ്ണില്ലാത്ത സമയമാണ്. അതുകൊണ്ട് അവിടെ ഫുൾ കാർമേഘം പോലെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ സോംബിയൊക്കെയാണ് അവിടെ വെളിയിൽ നിൽക്കുന്നത്. അവിടെ അതുകൊണ്ട് നിൽക്കുന്നുണ്ടോ. അതുകൊണ്ട് നമുക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അതുകൊണ്ട് ഇപ്പോൾ തുറക്കുന്നുണ്ടോ, വരുന്നുണ്ടോ. അടയ്ക്കടാ. ഓക്കെ, താ നിൽക്കുന്നു. ഓക്കെ, കുഴപ്പമില്ല, ഞാൻ അടച്ച്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, അവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത പ്ലാൻ എന്ന് വെച്ചാൽ ആ ഒരു സ്ഥലം ഉണ്ടല്ലേ, അവിടെ ആ സ്ഥലത്ത് തൊടാതെ പോകണം. ഓക്കെ, ഈ സ്ഥലത്ത് നമുക്കൊരു സ്റ്റോറേജ് അണ്ടർഗ്രൗണ്ടായിട്ട് ഉണ്ടാക്കണം. ഓക്കെ, ഉണ്ടാക്കണം. നമുക്കിപ്പോൾ വെറും 2 ചെസ്റ്റേ ഉള്ളൂ. ആ ചെസ്റ്റ് വെച്ച് എന്തായാലും നമുക്ക് ഈ ഒരു സീരീസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമുക്ക് അവിടെ ഉണ്ടാക്കണം. നമുക്ക് വുഡൊക്കെ അവിടെ സ്പ്രൂസിൻ്റെ വുഡൊക്കെ അവിടെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവിടെ സ്പ്രൂസിൻ്റെ വുഡുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഉണ്ടാക്കണം ഇവിടെ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത് ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ഇതിവിടെ ഉണ്ടാക്കാം. ഓക്കെ, അത് നമുക്ക് കുറച്ച് അങ്ങോട്ട് താഴോട്ട് കുറച്ച് കുഴി ഒരിച്ച് അവിടെ നമുക്ക് ലാഡറൊക്കെ വെച്ച് സെറ്റാക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ ഒരു ചെറിയൊരു ടൈം ലാപ്സ് കണ്ട് കിട്ടുക. Seems so far away. Still I try to buy myself some time to get me to that place. All I want is you. Staying up till we want to. Tell you what, I bet that we could see it new. I wanna let you go, nothing to do. Let's go. Something far over, and I bet that we could find a way closer. Never wanted to put all of this in your head, but I guess that we're only friends. ഓക്കെ ഗൈസ്, നമുക്ക് ആ സ്ഥലത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ വലിയൊരു കേവ് ഉണ്ട്. കാരണം നേരത്തെ ആ അടിയിൽ, നമ്മുടെ വീട്ടിൻ്റെ അടിയിലത്തെ ആ കേവാണത്. നമുക്ക് ഇതിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയാലോ എന്നാണ്. അല്ലെങ്കിൽ നമുക്ക് ഗൈസ് ഇവിടെ ഉണ്ടാക്കാം. ഇതാണ് നല്ലൊരു സ്പോട്ട്. ഓക്കെ, ഇവിടെ നമുക്ക് സെറ്റാക്കാം. അതെടുത്ത് ഇവിടുത്തെ അതെല്ലാം എടുത്ത് നമുക്കിവിടെ കൊണ്ടുവന്ന് ഇതൊക്കെ സെറ്റാക്കാം. ഇനി നിങ്ങൾ ശരിക്കുമുള്ള ഒരു ടൈം ലാപ്സ് കണ്ടിട്ടുവാ.
ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഇത്രയും ഡിഗ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ സ്പ്രൂസ് ലോഗും ഡീപ്പ് സ്ലേറ്റും ഒക്കെ വെച്ച് ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ വീട് ഇവിടെ ക്രീപ്പർ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട്. എന്തോ ചെയ്യാനാണെന്നുകൂടെ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. ഓക്കെ, അങ്ങനെ നമ്മുടെ വീട് നമ്മൾ പഴയതുപോലെ ആക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അത് വൃത്തിയാക്കാം. എന്താ രസം ഇതിൻ്റെ മുകളിൽ നമ്മുടെ വീട് കാണാൻ. ഓക്കെ, അങ്ങനെ നമ്മൾ സ്പ്രൂസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഫ്ലോറ് മൊത്തം സ്പ്രൂസ് ആക്കി വെക്കണം. ഓക്കെ, അത് നമ്മൾ വെച്ച് തീരാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ സൈഡ് ഫുള്ള് ഡീപ്പ് സ്ലേറ്റ് വെക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഇതിൻ്റെ ചുറ്റും നമ്മൾ ഡീപ്പ് സ്ലേറ്റ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ ചെസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 16 ചെസ്റ്റും കൂടെ ഇതിൻ്റെ മുകളിൽ വെക്കാനുണ്ട്. നിങ്ങൾ ഞെട്ടിയൊന്നും വേണ്ട. ഞാൻ അവിടെ മൈൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് കോപ്പർ കിട്ടി. അപ്പോൾ അത് വെച്ച് ഒരു കോപ്പർ ആർമർ സെറ്റാക്കി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഫുൾ അടുക്കി ചെസ്റ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റേ ഐറ്റം സാധനം ഉണ്ടല്ലോ, ആ സാധനം വെച്ച് നമുക്ക് ലേബൽ ചെയ്യണം. ഓക്കെ, അത് നമ്മളിവിടെ ഉണ്ടാക്കി ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ ഓരോ ഐറ്റംസ് ഏതൊക്കെ ചെസ്റ്റിലാണോ വെക്കേണ്ടത് അത് വെക്കണം. ഓക്കെ, ആദ്യം നമ്മൾ ഈ മൈൻ ചെയ്ത് കിട്ടുന്ന ബ്ലോക്സ് ആയിരിക്കും വെക്കുന്നത്. പിന്നെ ഈ നാച്ചുറലായിട്ടുള്ള അരി, പൂവ്, അങ്ങനത്തെ ഉള്ള സാധനങ്ങളാണ് ഈ ചെസ്റ്റ് വരുന്നത്. പിന്നെ ഈ മോപ്സിൻ്റെ ഡ്രോപ്പാണ് ഈ ചെസ്റ്റ് വരുന്നത്. പിന്നെ ഇവിടാണ് വുഡ് ഐറ്റംസ് വരുന്നത്. ഇവിടാണ് ഫുഡ് ഐറ്റംസ്. ഇവിടാണ് ടൂൾസൊക്കെ വെക്കുന്നത്. ഇവിടെ ആർമറ്. ഇവിടെ എൻചാൻറ്റിങ് ഐറ്റംസ്. പക്ഷേ ഒരു എൻചാൻറ്റിങ് ഐറ്റംസ് ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് വെക്കാത്തത്. ഇവിടെ റെസ്റ്റോൺ ഐറ്റംസ് വെക്കുന്നത്, പക്ഷേ എൻ്റെ റെസ്റ്റോൺ ഇല്ല, അതുകൊണ്ടാണ് വെക്കാത്തത്. ഇവിടെ ഈ പോർഷൻസിൻ്റെ ഐറ്റം. അങ്ങനെ നമ്മുടെ സ്റ്റോറേജിൻ്റെ പണി തീർന്ന്. ഓക്കെ, ഇനി ഞാനത് സ്റ്റോറേജൊക്കെ ഞാൻ ഓഫ് ക്യാമറയിൽ നിന്ന് മാറ്റിക്കോളാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ബൈ.